എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇതില് നമ്മൾ ട്രേഡിംഗ് വ്യൂ ഉപയോഗിച്ച് എങ്ങനെയാണ് ചാർട്ട് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിലിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബേസ് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഇതിന്റെ ടൂൾസ് ഒക്കെ ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കണം, പിന്നെ ട്രെൻഡ് ലൈനും ഹോറിസോണലും, ഇത് മാത്രമേ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. എല്ലാം കൂടെ ഒരു പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പാടാണ്. അപ്പൊ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ബേസ് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചാനൽസ് ഒക്കെ ഉണ്ട്, അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പം ഈ ബേസ് കാര്യങ്ങൾ കണ്ട് പഠിച്ച ശേഷം അങ്ങോട്ട് പോയാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഡയറക്റ്റ് അവിടെ പോയാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പം കുറെ ആൾക്കാർ ചോദിച്ചിരുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ വാട്സപ്പ് വഴി പറഞ്ഞു കൊടുക്കാൻ പാടാണ്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ച് നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് പോകാനായിരിക്കും എളുപ്പം. ഓരോ ആൾക്കാർക്ക് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിയും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട്, കമ്പ്യൂട്ടറിലേക്കാണെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ട്രേഡിംഗ് വ്യൂ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫോണിലത്തേക്കാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് ഫ്രീ വെർഷനും ഉണ്ട്, പെയ്ഡും ഉണ്ട്. അതിൻ്റെ അകത്ത് അല്ല, ആപ്പ് ഓൾറെഡി ഫ്രീ ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് പെയ്ഡ് വേണമെങ്കിൽ എടുക്കാം. പെയ്ഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫ്രീയുടെ ആവശ്യമേ ഉള്ളൂ. നോർമലായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും നമുക്ക് ഫീൻ്റെ ആവശ്യമേ ഉള്ളൂ, പേടിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വലത് സൈഡിൽ കാണുന്ന പ്രൈസിൻ്റെ താഴെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിൽ പോയിട്ട് അത് ലോഗ് ആക്കണം. മിക്കവാറും മുകളിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്, അതിനെ മാറ്റി ലോഗ് ആക്കിയാൽ മതി. എന്നിട്ട് ഈ ഇടത് സൈഡിൽ ഈ കാണുന്നതാണ് നമ്മൾ ടൂൾസ്. നമുക്ക് ക്യാൻഡിൽസിലൊക്കെ നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഇടത് സൈഡിലുള്ളതാണ്. ഈ മുകളിൽ പറഞ്ഞതൊക്കെ ടൈം ഫ്രെയിമാണ്. ആദ്യം നമുക്ക് ടൈം ഫ്രെയിം എന്ന് പറയാൻ തുടങ്ങാം. അപ്പോൾ ഈ ടൈം ഫ്രെയിമിൽ നമ്മൾ പല ടൈം ഫ്രെയിമിലുണ്ട്. 1 മിനിറ്റ് മുതൽ 12 മാസം വരെയും ടൈം ഫ്രെയിം ഉണ്ട്. എന്ന് വെച്ചാൽ 12 മാസം നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ 12 മാസത്തിൽ വരുന്ന ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ കഴിഞ്ഞ 12 മാസം മുമ്പ് വന്നതാണ്. അതിനുശേഷം പറഞ്ഞൊരു ക്യാൻഡിൽ 12 മാസം, അടുത്ത 12 മാസത്തെ ക്യാൻഡിലാണ്. അത് നമുക്ക് ആ ടൈം ഫ്രെയിം മാറ്റിയിട്ട് 6 മാസത്തിൽ ഒരിക്കൽ പറഞ്ഞ ക്യാൻഡിൽ കിട്ടും. അതേപോലെ 3 മാസമായാലും അതിൽ താഴെ ആയാലും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് മെയിനായിട്ട് ആദ്യം പഠിക്കേണ്ടത് 1 മാസത്തെയോ അല്ലെങ്കിൽ 1 ആഴ്ചയിലുള്ളയോ വീക്ക്ലി ക്യാൻഡിലും അല്ലെങ്കിൽ മന്ത്ലി ക്യാൻഡിലും എടുത്ത് മാത്രമേ ആദ്യമായിട്ട് ബേസ് പഠിക്കുന്ന ആൾക്കാർ പഠിക്കാൻ പാടുള്ളൂ. ആദ്യമേ ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങളത് 1 മിനിറ്റിലോട്ടോ 5 മിനിറ്റിലോട്ടോ പോയാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പം ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ മന്ത്ലി ക്യാൻഡിലോ വീക്ക്ലി ക്യാൻഡിലോ നിന്ന് തന്നെ പഠിക്കണം. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകല്ലേ. അത് നമുക്ക് അല്പം കൂടെ ക്ലിയർ ആയ ശേഷം മാത്രമേ ആ ടൈം ഫ്രെയിമിലോട്ട് പോകാൻ പാടുള്ളൂ. കാര്യം ഡയറക്റ്റായിട്ട് ആദ്യമേ എടുത്ത് ചെറിയ ടൈം ഫ്രെയിം എടുത്ത് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഇടതുകളിൽ അപ്പം ഇതാണ് നമ്മളുടെ ടൈം ഫ്രെയിം. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മന്ത്ലി ക്യാൻഡിലോ അല്ലെങ്കിൽ വീക്ക്ലി ക്യാൻഡിലോ എടുത്ത് നമുക്ക് ആദ്യത്തെ കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ ഈ ക്യാൻഡിൽസിനോട് ചേർന്ന് അല്ല, ഈ ടൈം ഫ്രെയിമിനോട് ചേർന്ന് ഈ വലത് സൈഡിൽ കാണുന്ന ക്യാൻഡിൽസ് കണ്ട, ഈ ക്യാൻഡിൽസിൽ നമുക്ക് പല രീതിയിലുള്ള ക്യാൻഡിൽസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് മാറ്റപ്പം ഈ ക്യാൻഡിൽസിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വോളിയം ക്യാൻഡിൽസ് ഉണ്ട്, അത് പെയ്ഡ് വിഷനാണ്. അതേപോലെ പല സംഭവങ്ങളുണ്ട്. അത് ചിലതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മളിതിൽ ചെയ്യേണ്ടത്, ഇതിൽ ക്യാൻഡിൽസ് ഉണ്ട്. ക്യാൻഡിൽസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു അതിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാൻഡിൽസ് കിട്ടും. ഞാൻ ഇതിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു തരണമെങ്കിൽ ഈ ക്യാൻഡിൽസ് വെച്ചേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്യാൻഡിൽസ് സെലക്ട് ചെയ്യുക. അപ്പം മറ്റേ ഇടത് സൈഡിൽ കാണുന്ന ഇതൊക്കെയാണ് നമ്മുടെ ടൂൾസ്. ഈ ടൂൾസിൽ നമുക്ക് ട്രെൻഡ് ലൈൻ, ഫസ്റ്റ് കാണുന്ന ട്രെൻഡ് ലൈനാണ്. ഒരു ചാർട്ടിൽ നമ്മൾ എങ്ങനെ ട്രെൻഡ് വരയ്ക്കാന് വേണ്ടിയാണ് ഈ ട്രെൻഡ് ലൈന് അതിൻ്റെ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ റേഞ്ചുകളിൽ പല ടൂൾസും ഉണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്നത് ഹോറിസോണലാണ്. ഹോറിസോണൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ കൊണ്ടുവച്ച് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിലോട്ട് പോയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് കൊണ്ടുവയ്ക്കണ്ട. നമ്മളത് ട്രെൻഡ് ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ഒരു ഏരിയയിൽ സെലക്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ ഏത് ഏരിയയിലോട്ടാണോ മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിൽ കൊണ്ട് സെലക്ട് ചെയ്താൽ മാത്രമേ അത് സെലക്ട് ആവുള്ളൂ. പക്ഷേ ഹോറിസോണൽ അങ്ങനെയല്ല, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്.
നമുക്ക് ആ റെസിസ്റ്റൻസ് ഏരിയകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഹോറിസോണ്ടൽ. ഇതിൽ നമ്മൾ ഈ കൊണ്ട് വെച്ച ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെലക്ട് ആവണമുണ്ട്. അത് സെലക്ട് ആവണമെങ്കിൽ ഈ താഴത്തെ ഒരു മാഗ്നറ്റ് എന്നൊരു പടമുണ്ട്. ഇതിൻ്റെ അകത്ത് വീക്കും ഉണ്ട് സ്ട്രോങ്ങും ഉണ്ട്. അപ്പോൾ നമ്മളതിൽ വീക്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഏരിയയിൽ വരപ്പോൾ പ്രൈസ് നമ്മളുടെ ആ പോയിന്റ് കറക്റ്റ് അവിടെ എത്തിക്കോളും. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് ആയിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഇതിലിപ്പം ട്രെൻഡ് ലൈനും ഹോറിസോണ്ടലും മാത്രം പഠിക്കാം. എല്ലാം കൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിൽ ബാക്കിയുള്ളതൊക്കെ ആവശ്യമുള്ളതാണ്. അതൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തുകൾ നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മൾ ഓരോ ഫിബ് മാർക്ക് ചെയ്യണതാണ്. ഇതൊക്കെ ഞാൻ പഠിച്ച് പറഞ്ഞതേ ഉള്ളൂ, എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാനായില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത അങ്ങോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഞാൻ അല്പം കൂടെയൊക്കെ ഒന്ന് പഠിച്ച ശേഷം പറഞ്ഞു തരാം. ഒന്നും ആദ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഇതൊക്കെ നമ്മൾ പല ടൂള് വെച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പം അതിലൊരു ടൂള് വെച്ച് നമുക്ക് ഫിബ് വെച്ച് വേണമെങ്കിലും ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതേപോലെ പല ടൂൾസും ഈ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാറ്റേൺസ് ആണ്. പാറ്റേൺസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്നൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ പറഞ്ഞ ചാർട്ട് അങ്ങനെ കിട്ടും. ABCD പാറ്റേൺ, അങ്ങനെ പല രീതിയിലുള്ള പാറ്റേൺ പറഞ്ഞ ചാർട്ടുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ ഒരു ചാർട്ട് കാണുകയാണെങ്കിൽ അതെടുത്ത് നമുക്ക് ഇതിലൊരു ടൂൾ എടുത്ത് നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ളതാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ പാറ്റേൺസിന്റെ ടൂൾസ്. ഇത് ബാക്കിയുള്ളത് ബ്രഷ്, ആരോ, ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ നോർമലായിട്ടുള്ളതാണ്. ഇതൊന്നും വലിയ ആവശ്യമുള്ളതല്ല. നമുക്ക് മെയിനായിട്ടുള്ളത് ഈ ഒരു ഏരിയ ലൈൻസിൻ്റെത്, ഫിബിൻ്റെതും പിന്നെ പാറ്റേൺസ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാഗ്നറ്റ് നമ്മൾ ഓണാക്കി ഇടണം, എങ്കിലേ സെലക്ട് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റ് ഓഫ് ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടണമെന്നില്ല. മാഗ്നറ്റ് ഓണാക്കിയാൽ മതി. വേറെ ഇതിൽ ടൂൾസിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കാനില്ല, ഇത്രയേ ഉള്ളൂ മെയിനായിട്ട്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് എങ്ങനെ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഫോസിസിന്റെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ താഴെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ റിമൂവ് ചെയ്ത ശേഷം ഇതിപ്പം 1998 2000 ഇടയ്ക്ക് മുതലുള്ള ചാർട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ മന്ത്ലി ചാർട്ടാണ്. കാര്യം ഇത്രയും വലിയൊരു ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ അത് വലുതായി പോകും, സ്ക്രീനിൽ നിൽക്കില്ല. നമ്മളത് മന്ത്ലി ക്യാൻഡിൽ എടുത്ത് വരയ്ക്കുകയാണ് അല്പം കൂടെ നല്ലത്, വലിയ ടൈം ഫ്രെയിമുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ ട്രെൻഡ് ലൈൻ എങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കാവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് നമുക്കൊരു ട്രെൻഡ് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ട്രെൻഡിന്റെ അകത്ത് തന്നെ പ്രൈസ് മൂവ് ചെയ്യണമെന്നില്ല. നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം അത് ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റിനെ സമീപിക്കാന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വരയ്ക്കുന്ന വരയിൽ മാർക്കറ്റ് വന്നു പോകുന്നല്ല. നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊരു ബേസ് കാര്യം മാത്രമാണ് ഈ പറഞ്ഞു തരുന്നത്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രെൻഡ് ലൈന് വലിയ ഉപകാരപ്പെടില്ല. ചില മേഖലകളിൽ മാത്രമേ ഉപകാരപ്പെടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ സപ്പോർട്ട്, ഇത് ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് ഇറങ്ങിയിട്ട് പ്രൈസ് മുകളിലോട്ട് പോകണം. അപ്പൊ ആ ഒരു ഏരിയ നിന്ന് അടുത്ത സപ്പോർട്ട് കിട്ടി ഏറ്റവും താഴത്തെ ഒരു ലോ ഉണ്ട്. ഈ ഒരു ലോ അതിൽ അടുത്തൊരു ലോ. അപ്പൊ ഈ ഒരു ലോയിൽ ചേർത്ത് വയ്ക്കപ്പം അതേ ഒരു ലോയിലാണ് മറ്റേ ലോയും വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്യാൻഡിൽ, ഇതിപ്പോ മന്ത്ലി ക്യാൻഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഓരോ മാസമുള്ള ക്യാൻഡിലാണ്. അപ്പൊ ഇതിന്റെ അടുത്ത ഒരു ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യാം. നമുക്ക് ആ ഒരു ട്രെൻഡിന്റെ ഇതിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. മന്ത്ലി ക്യാൻഡിൽ നോക്കുന്നവർക്ക് മന്ത്ലി ക്യാൻഡിലെ കൺഫർമേഷൻ വന്ന് മാത്രമേ അവർ ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മന്ത്ലി ക്യാൻഡിൽ പലരും പല രീതിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യണത്. നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലോട്ടൊന്നും ഇപ്പം പോകണ്ട. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വലിയ ടൈം ഫ്രെയിമുകളിൽ തന്നെ വരച്ച് പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ 5 മിനിറ്റ് കൊണ്ടൊക്കെ പോയാൽ നമുക്ക് അടയാളപ്പെടുത്താൻ പോലും പറ്റില്ല. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആ ട്രെൻഡിന്റെ അവിടെ കൊണ്ടുപോയി നമ്മളൊരു റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
അവിടെ ക്ലോൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലോണ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിലത്തെ റെസിഡൻസ് ഏരിയകളിൽ നമുക്ക് കൊണ്ടാണെങ്കിൽ അടയാളപ്പെടുത്തി നോക്കാം. ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ വയ്ക്കാം. പല അതിന്റെ മുമ്പുള്ള ഹൈകളിൽ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങനെ വയ്ക്കണമെന്നില്ല. ചില സ്റ്റോക്കുകളിൽ കറക്റ്റായിട്ട് ഈ ലോയും ഈ ഒരു ഹൈയുമായിട്ടുള്ള കറക്റ്റ് ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്ന സ്റ്റോക്ക് ഉണ്ട്. ചിലത് ഈ ഹൈ വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകണമെന്നില്ല. അപ്പൊ ഇതില് നമുക്ക് ഇപ്പം ക്ലോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് രണ്ടാമത് മെയിനായിട്ട് പഠിക്കേണ്ടത് ഒരു റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യണതാണ്. നമുക്കിതിൽ പല രീതിയിൽ മാർക്ക് ചെയ്യാം. നമുക്ക് ട്രെൻഡ് ലൈൻ വെച്ച് എങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യാം എന്നതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇത് എടുത്ത് മുകളിൽ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് റെസിസ്റ്റൻസ് ആവൂല. അല്ലാതെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഈ നിലവിലുള്ള ഈ ഒരു ഹൈ കണ്ട, ഈ ഒരു ഹൈയും ഈ ഹൈകൾ ചേർത്ത് ഇതെല്ലാം ഒരേ ഒരു ലെവലിലാണ് പോണത് കണ്ട. അത് ആ ഒരു ലെവല് മറികടന്ന് പോണില്ല. അപ്പോ നമ്മുടെ സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു ഏരിയയിലോട്ടാണ് സെയിം ആയിട്ടാണ് പോണത്. അപ്പം ഒരു പ്രാവശ്യം ഇവിടെ ഒരു ഹൈ വന്നു, അത് കഴിഞ്ഞിട്ട് പ്രൈസ് ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് അവിടെ പോയി. അപ്പൊ നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ ശേഷം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നീട്ടി വരച്ചെന്ന് വെച്ചോ. ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഇനി അടുത്ത് വരാൻ പോണതാണെന്ന് വെച്ചോ. ഇവിടെ നമ്മളത് നീട്ടി വരച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം പ്രൈസ് ആ ഒരു ഏരിയയിൽ വന്നിട്ട് ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തില്ല. ആ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും താഴോട്ട് വന്നു. വീണ്ടും പല പ്രാവശ്യം അവിടെ വന്നിട്ടും അത് ബ്രേക്ക് ചെയ്തില്ല. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട്, ഒരു വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് പോയി. പക്ഷെ വീണ്ടും ആ ഒരു ഏരിയയിൽ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതിന്റെ ഇതിപ്പം നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷെ തിരിച്ച് അവിടെ മുകളിൽ നിന്ന് താഴോട്ട് വരപ്പോൾ നമുക്കതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറും. ഇവിടെ ഒന്ന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കതൊരു റെസിസ്റ്റൻസ് ഏരിയയും തിരിച്ചു വരപ്പം സപ്പോർട്ട് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കൺഫർമേഷനാണ് ഉള്ളത്. ഒന്ന്, താഴത്തെ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ടിൽ പ്രൈസ് വന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡ് നോക്കാൻ വേണ്ടി മാത്രമേ ട്രെൻഡ് ലൈൻ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. രണ്ടാമത് ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് പോയ ആ ഒരു ഏരിയ തന്നെയാണ് സപ്പോർട്ട് എടുത്ത് പ്രൈസ് നിൽക്കുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് കൺഫർമേഷൻ ഉണ്ട്. ഇതൊക്കെ ബേസ് കാര്യങ്ങളാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു ബേസിൽ മാത്രം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇതൊക്കെ പഠിച്ചു പോകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ പോയി അവസാനമുള്ള കാര്യം പഠിച്ചാൽ മനസ്സിലാവില്ല ഒന്നും. അപ്പം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ അടുത്ത ചാർട്ടുകൾ നിങ്ങൾ എടുത്ത് വരച്ച് നോക്കുന്ന സമയത്ത് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് സപ്പോർട്ട് അറിയാൻ വേണ്ടി വരച്ച് നോക്കാം. പക്ഷേ ഇതിന്റെ ക്ലോൺ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അടയാളപ്പെടുത്താം. പക്ഷെ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ ഇത് മിക്ക സമയങ്ങളിലും ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ബ്രേക്ക് ഔട്ട് ആവും. ചില സമയങ്ങളിൽ ഒന്നോ രണ്ടോ ആഴ്ച ആ ഒരു ഏരിയ നിൽക്കും. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ഫെയിൽ ആവും. പ്രൈസ് നേരെ താഴോട്ട് വരും. അപ്പൊ അവിടെ ബ്രേക്ക് ഔട്ട് ഫെയിൽ എന്ന് പറയും. നമുക്കിതിൽ പല രീതിയിലും കൺഫേം ചെയ്യാൻ. ചിലപ്പം ബ്രേക്ക് ഔട്ട് ആയ ശേഷം ഒരു പ്രൈസ് ഒരു ഏരിയ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത ശേഷം ആ ഒരു ഏരിയയിലോട്ട് തിരിച്ച് പ്രൈസ് അവിടെ ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് കയറപ്പോൾ നമ്മൾ റീടെസ്റ്റ് എന്ന് പറയും. എങ്കിലേ നമുക്കൊരു കൺഫർമേഷൻ ഉള്ളൂ. ചില സമയങ്ങളിൽ ഒരു ബ്രേക്ക് ആയ ഉടനെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത ഉടനെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ടും പോവാം. നമ്മളുടേതായ ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഇതിലൊക്കെ പഠിച്ച ശേഷം നമ്മളുടേതായ ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തണം. ആ സ്ട്രാറ്റജിയിലായിരിക്കും നമ്മൾ മാർക്കറ്റിന്റെ മൂവ്മെന്റിന് അനുസരിച്ച് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഒരു സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റിനെ സമീപിക്കാൻ പോയാൽ മാർക്കറ്റിന്റെ വഴിക്ക് പോകും. നമ്മൾക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി കണ്ടെത്തണം. ഈ ടൂളും ഈ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. നമ്മളുടേതായ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയാണ് മാർക്കറ്റിനെ സമീപിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 2-3 സ്റ്റോക്കുകളായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഈ സംഭവങ്ങൾ ഇത് ട്രെൻഡ് ലൈന് എങ്ങനെ നമ്മൾ വരയ്ക്കണം എന്നുള്ളത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോറിസോണിലോട്ട് പോവാം. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റോക്കാണ് ഫോഴ്സ് മോട്ടേഴ്സ്. ഇത് 2023 1122 അവിടെ നിന്ന് 2026 25,000 മുകളിൽ 25,776 ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്ത സമയത്തുള്ള പ്രൈസ്. അവിടെ നിന്ന് നല്ലൊരു വളർച്ച വന്നൊരു സ്റ്റോക്കാണ്. 24 ഇരട്ടി എന്തോ പോയ സ്റ്റോക്കാണ്. അപ്പൊ നമ്മളിതിന്റെ ട്രെൻഡ് ലൈന് സപ്പോർട്ടുകൾ ചേർത്ത് എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതാണ്
ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് ഉള്ളത്. ഈ സപ്പോർട്ടുകൾ ചേർത്ത് നമുക്കൊരു ട്രെൻഡ് ഇവിടെ നമുക്കൊരു സപ്പോർട്ടും കൂടെ ചേർത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഒരു ഏരിയ വരെ ഉള്ളൂ. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. നമ്മളിത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി പ്രൈസ് കയറി പോയതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഈ ഒരു ഏരിയ നിന്ന് വേണമെങ്കിൽ ഒരു ട്രെൻഡ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ സപ്പോർട്ടുകൾ ചേർത്ത് വരയ്ക്കാൻ പറ്റും. ഇതിപ്പം വീക്ക്ലി ക്യാൻഡിലാണ്, മന്ത്ലി ക്യാൻഡിൽ അല്ല. നമുക്കിത് വീക്ക്ലി ക്യാൻഡിൽ തന്നെ നമുക്ക് ധാരാളമാണ്. ചെറിയ ഏരിയയിലേ ഉള്ളൂ. 2023 മുതൽ 26 വരെ ഉള്ളൂ. 3 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം നമുക്ക് സ്ക്രീനിൽ നിൽക്കും, വലിയ പാടില്ല. നമുക്ക് ഇതിന്റെ വേണമെങ്കിൽ ഒരു ക്ലോൺ എടുത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ വെക്കാം, നിലവിലുള്ള ഹൈ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ക്ലോണും കൂടെ എടുത്ത് വേണമെങ്കിലും ഇതിന്റെ അകത്തോട്ടും വെക്കാം. അപ്പം നമ്മളിത് മാറ്റി നിർത്തിക്കും. അപ്പം ഇതിന്റെ അകത്ത് മെയിനായിട്ടുള്ള ഒരു സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മെയിനായിട്ട് വരച്ച് പഠിക്കേണ്ട ഒരു സംഭവം ഈ ഹൈകൾ ചേർത്ത് ഇവിടെ ഈ ഹൈയും കൂടെ ചേർത്ത് ഇപ്പം നിലവിലുള്ള ഹൈ ഇതാണ്, ഈ 2 ഹൈ ആണ്. അതിനുശേഷം വീക്ക്ലി ക്യാൻഡിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ക്ലോസിങ് പ്രൈസ് അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. പ്രൈസ് അവിടെ ക്ലോസ് ചെയ്യാതെ പ്രൈസ് അതുവരെ പോയതാണ്. ഫുൾ ക്യാൻഡിൽ ഇതേപോലെ ഒരു ക്യാൻഡിൽ മുകളിലോട്ട് പോയ ശേഷം ക്ലോസ് ചെയ്തത് വീക്ക്ലി ക്യാൻഡിൽ 5ാമത്തെ ദിവസം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് താഴോട്ടാണ്. താഴോട്ട് വരപ്പം മുകളിൽ സെല്ലേഴ്സ് കൂടുതലാണ്. ആ സമയത്ത് പ്രൈസ് താഴോട്ട് വരും. താഴോട്ട് വരപ്പം ബോഡി താഴോട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പ്രൈസ് താഴോട്ട് തുടങ്ങി. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം, ഇപ്പോഴേ ആദ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമുക്കവിടെ ബ്രേക്ക് ഔട്ട് ഇല്ല, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് നടന്നാലും അവിടെ ക്ലോസ് ചെയ്തില്ല. നമ്മളൊരു മിനിമം ക്ലോസ് ചെയ്തെങ്കിലേ ഒരു ഷോർട്ട് ടൈം ചെറിയ ടൈം ഫ്രെയിമുകളിൽ, ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമുകളിലൊക്കെ നോക്കപ്പം മിനിമം അവിടെ ക്ലോസ് ചെയ്താൽ മാത്രമേ നമ്മൾ എൻട്രി എടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ബ്രേക്ക് ഔട്ട് ഫെയിലായ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തെന്ന് വെച്ചോ, 21,993 നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ബേസ് ഏതുവരെ പോയി, 14,000 രൂപ വരെ പോയി. അപ്പോൾ അത്രയും നമ്മൾ ലോസായി പോകും. അപ്പം നമ്മൾ നല്ലൊരു എൻട്രിക്ക് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യണം. നമ്മൾ കാത്തിരുന്ന് എൻട്രി എടുത്താലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ എവിടെ നിന്നെങ്കിലും പോയി എൻട്രി എടുത്താൽ നമ്മളുടെ ഫണ്ട് ബ്ലോക്ക് ആവും. നമ്മൾ പിന്നെ കുറേ കാലത്ത് ഈ മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫണ്ടാണ് നമ്മളെ ക്യാപിറ്റൽ നമ്മൾ കളയാതെ നോക്കണം. പിന്നെ മാർക്കറ്റ് പെട്ടെന്ന് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് തന്നെ ചെയ്യണം. അപ്പൊ ഇതിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മെയിൻ ആയിട്ടുള്ള റെസിഡൻസ് ഏരിയ, ഈ റെസിഡൻസ് ഏരിയ നിലവിലുള്ള അവിടെ ബ്രേക്ക് ചെയ്തില്ല. നമ്മൾ അടുത്ത ടാർഗറ്റ് ഏതാണ്? ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് പോകണോണ്ട് അടുത്ത ടാർഗറ്റ് അല്ലെങ്കിൽ അടുത്ത പ്രൈസ് ഏതുവരെ പോവാം? പ്രൈസ് ഈ റെസിഡൻസ് ഏരിയ വരെ നമുക്ക് പോവാം. 28,500 മുകളിൽ നമുക്ക് നിലവിൽ പ്രതീക്ഷയുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ ടാർഗറ്റോടെ നോക്കിയിട്ട് കാര്യമുള്ളൂ. 73 നോക്കിയിട്ട് കാര്യമുള്ളൂ. 73 നോക്കണം എന്നുകൊണ്ടാണ് ഈ ട്രെൻഡ് ലൈനിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടെ ഹൈ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും വലിയ ടാർഗറ്റ് നോക്കണം. പക്ഷെ ആ ഒരു ടാർഗറ്റിലോട്ട് പോകണമെങ്കിൽ ഈ നിലവിലുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിൽ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോയില്ലേ, അതേപോലെ പോകണം. ചില സമയങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് കയറി പോവാം, ചില സമയങ്ങളിൽ തിരിച്ച് ഇവിടെ റീടെസ്റ്റ് വന്നിട്ട് ഇവിടെ ബ്രേക്ക്ഔട്ടായി ഇവിടെ റീടെസ്റ്റ് വന്നിട്ട് തിരിച്ചു വരും. പല രീതിയിലും പോവാം. അപ്പം ഈ ഒരു സംഭവം നിങ്ങളത് മെയിനായിട്ട് പഠിച്ചു വെക്കണം. താഴത്തെ ട്രെൻഡ് ലൈൻ മിക്ക സ്റ്റോക്കുകളിൽ ഇപ്പം 2023 നല്ല ആ ട്രെൻഡ് പിക്കൊണ്ടിരുന്ന സ്റ്റോക്കുകളൊക്കെ ട്രെൻഡൊക്കെ വേദിച്ച് താഴോട്ട് പോകുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം മിക്ക സ്റ്റോക്കുകളും അങ്ങനെ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്ന സ്റ്റോക്കുകളൊക്കെ വളരെ ചുരുക്കമാണ്. നമുക്കിതിൽ വേറൊരു സ്റ്റോക്കും കൂടെ നോക്കാം. SBL എഞ്ചിനീയറിംഗ്. SBL എഞ്ചിനീയറിംഗും സെയിം മെത്തേഡിലുള്ളതാണ്. നമ്മളൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് 2020 മുതലുള്ള ട്രെൻഡ്, ആ ട്രെൻഡ് ഫോളോ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെയും ഒരു മുമ്പ് 2023 ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയുകൊണ്ട് നമുക്ക് ആ സമയത്തെ നമുക്ക് ഈ ഒരു വ്യൂ നമുക്ക് അറിയാൻ പറ്റും, പ്രൈസ് എങ്ങോട്ട് പോകുമെന്ന്. നമ്മളിതിൻ്റെ ഒരു ക്ലോൺ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഷോർട്ട് ടൈം ട്രെൻഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഏരിയകളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഷോർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് നോക്കാം. അന്ന് ആ സമയത്ത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞിരിക്കും പോലെ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിടന്നുണ്ട്. പല പ്രാവശ്യം ബ്രേക്ക് കിടന്നില്ല, പിന്നെ ബ്രേക്ക് ഔട്ട് നടന്ന ശേഷം പ്രൈസ് കയറിപ്പോയി. അത് കഴിഞ്ഞതാണ്. നമുക്കിനി സംഭവിക്കാൻ പോകണമെന്ന് നോക്കാം.
ഇതിപ്പം ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഏരിയയിൽ രണ്ടാമത് റെസിഡൻസ് ഏരിയ വന്ന് അതിനുശേഷം പ്രൈസ് ആ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടില്ല. താഴോട്ട് വന്ന ശേഷം പഴയ ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനോട് ചേർന്ന് വന്ന ശേഷം പ്രൈസ് വീണ്ടും മുന്നോട്ട് പോയി. അപ്പൊ അവിടുത്തെ അവസാനം ഈ ഒരു ഏരിയ ഉണ്ട്, നവംബർ 10 അവിടെ ബ്രേക്ക് ഔട്ട് ഇടണം. പക്ഷെ അതിനുശേഷം വന്ന ആഴ്ചകളുടെ പ്രൈസ് അത് അവിടെ സ്റ്റേ ചെയ്യാതെ താഴോട്ട് വീണ് ചെയ്ത. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് 1119 രൂപ ആ റേഞ്ചിൽ നിന്ന് ഏതുവരെ പോയി, 700 റേഞ്ച് വരെയൊക്കെ പ്രൈസ് താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മള് ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ നമ്മളെ ഫണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആവും. അപ്പം മെയിനായിട്ട് നോക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഈ മെയിൻ റെസിഡൻസ് ഏരിയ. അപ്പം അതിനുശേഷം നിലവിലിപ്പം ഒരു ട്രെൻഡിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈനിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ, പഴയ ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു കയറി പോവാം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ ഈ ട്രെൻഡ് ഇൻവാലിഡ് ആണ്. അപ്പം നമുക്ക് നിലവിലുള്ളത് ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ വരച്ചിരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ്. ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് നടന്നിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പ് നടന്നിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പ് നടന്നാണ് പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പം വേണമെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് തിരിച്ചു വരാം. ഏതാണ് ട്രെൻഡ് ബ്രേക്ക് ചെയ്താലും നമ്മളുടെ അടുത്ത പ്രതീക്ഷയുള്ള ഏരിയ ഏതാണ്, 645 അപ്പൊ 645 വന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു കയറി പോവാം. ചിലപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലാവാൻ വേണ്ടി വേണമെങ്കിൽ താഴെ ഇറങ്ങാം. അത് അടുത്ത് പ്രൈസ് എങ്ങോട്ടാണ് പോണേന്ന് നമ്മളത് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്ത ശേഷം മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നമുക്ക് മാർക്കറ്റിനെ മുൻധാരണയോടുകൂടി കാണാൻ പോകാതിരിക്കും നല്ലത്. നമുക്ക് ഇതിനകത്ത് വേറെയും പല കാര്യങ്ങൾക്ക് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിലവിലുള്ള ഇത് വെച്ചാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലോയും ഇത് FBG ആണെന്നുള്ള പറയുന്നത്. അപ്പൊ നമ്മളിതിന്റെ ഈ സംഭവം ഇതിന്റെ ഈ വന്നിരിക്കുന്ന ക്യാൻഡിൽ മാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മളതിന്റെ ഇടതും അതിന്റെ വലതും ചേർത്താണ് നമ്മൾ ഒരു FBG മാർക്ക് ചെയ്യണത്. അപ്പൊ അതിന്റെ അവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് വേണമെങ്കിൽ പോവാം ഈ ഒരു ഏരിയ. ഇതൊക്കെ നമുക്ക് തന്നെ അടുത്ത ക്ലാസ്സുകളിലോട്ടൊക്കെ പോകുമ്പം പഠിച്ചാലേ കാര്യമുള്ളൂ. 649 റേഞ്ചിലോട്ടൊക്കെ വേണമെങ്കിൽ താഴോട്ട് വരാം. അതിന്റെ താഴോട്ട് വരാണെങ്കിൽ പിന്നെ ഓർഡർ ബ്ലോക്കിലോട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ടൊക്കെ നോക്കുമ്പോൾ പഠിക്കാം. അല്ലാതെ നമ്മൾ ആദ്യമേ കയറി ഇതിലോട്ടൊന്നും പോകണ്ട. ഈ നമ്മളിപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ഇതിപ്പോ ഒരു FPG ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ മദർ ക്യാൻഡിൽ FPG ആയിട്ട് വേണമെങ്കിൽ കൂട്ടി ഇട സൈഡിൽ വന്നിരിക്കുന്നത് ഈ വല സൈഡിൽ മരണങ്ങൾ ചേർത്താണ് നമ്മൾ FPG മാർക്ക് ചെയ്യണത്. നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ട് ഇതിപ്പോ മന്ത്ലി ക്യാൻഡിലാണ്. മന്ത്ലി ക്യാൻഡിൽ മാർക്ക് ചെയ്ത് നമ്മളത് വീക്കിലി ക്യാൻഡിലോട്ട് വരപ്പോഴും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു കറക്റ്റ് ഏരിയയിലോട്ടാണ് കറക്റ്റാ പറഞ്ഞത്. അപ്പൊ നമുക്ക് 649 തന്നെയാണ് ഒരു പ്രതീക്ഷയുള്ള ഏരിയ. ആ ഒരു ഏരിയയിൽ വന്നിട്ട് പ്രൈസ് കയറാനായിരിക്കും ചാൻസ്. അല്ലെങ്കിൽ ഈ നിലവിലുള്ള മദർ ക്യാൻഡിലിന്റെ ഓയിലോട്ട് വന്നിട്ടും പോവാം. പല രീതിയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യണം. അല്ലാതെ നമ്മളെ പ്ലാൻ അനുസരിച്ച് മാർക്കറ്റ് പോകുമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. എല്ലാം പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ഞാൻ ചിന്തിക്കും പോലെ മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞിരുന്ന നമ്മളെ പൈസ എല്ലാം പോകും. ഇത് വേറൊരു സ്റ്റോക്കാണ്, JITF ഇൻഫ്ര. ഇതിപ്പോ അതിന്റെ മന്ത്ലി ക്യാൻഡിലാണ്. നമുക്ക് അതിന്റെ വീക്ക്ലി ക്യാൻഡിലോട്ട് വേണമെങ്കിൽ മാറ്റി നോക്കാം. എന്നാലും സ്ക്രീനിൽ നിൽക്കും. മന്ത്ലി ക്യാൻഡിൽ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചാണ് ട്രെൻഡ് നോക്കുന്നത്. ഇതിപ്പോ നിലവിൽ ഈ സപ്പോർട്ടുകൾ ചേർത്ത് വരച്ച പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഒന്നും കാണാനില്ല. ചില സ്റ്റോക്കുകളൊക്കെ LCUC സ്റ്റോക്കാണ്. ഇത് JITF ഇൻഫ്ര എന്ന് പറയുന്നത് ഒരു LCUC സ്റ്റോക്കാണ്. കണ്ടിന്യൂസ് ആയിട്ട് കയറി പോയിക്കുന്നുണ്ട് തെറ്റാ, അത്രയും ഗ്യാപ്പ് ഇട്ടാണ് പോണത്. അപ്പൊ ഇതെല്ലാം ഒരു LCUC കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആ പ്രൈസ് UC അടിച്ച് വിൽക്കൊണ്ടിരിക്കും. LCUC എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു ദിവസം പോവേണ്ട പരിധി 100 രൂപയിൽ നിൽക്കുന്ന കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത സ്റ്റോക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ പോവേണ്ട ഒരു പരിധി എന്ന് പറയുന്നത് 110 ആയിരിക്കും. അപ്പം ഓപ്പണിംഗ് തന്നെ 110 തന്നെ ആയിരിക്കും. അവിടെ ബൈയേഴ്സ് ഒന്നും അവിടെ വേറെ സെല്ലേഴ്സ് ഒന്നും കാണൂല. അപ്പം ആർക്കും ചിലപ്പോൾ വാങ്ങിക്കാൻ പോലും കിട്ടൂല, കണ്ടിന്യൂസ് ആയിട്ട് കയറി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച ഒരാൾ 7 രൂപ വാങ്ങിച്ച ആൾക്ക് 333 ആയിരിക്കും, അല്ല 333 വരെ പോയി. എത്ര വർഷം കൊണ്ട് 2021 മുതൽ ഒരു വർഷം പോലും ആയില്ല. അതിനകത്ത് തന്നെയാണ് എത്ര റേറ്റ് പോയി നോക്കണം, 7 രൂപയിൽ നിന്ന് 300 രൂപയ്ക്ക് മുകളിൽ പോയി. അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യം പരീക്ഷിക്കുന്ന സ്റ്റോക്കുകളുമുണ്ട്. അതേപോലെ തിരിച്ചും സംഭവിക്കാം. ഈ 333 രൂപയ്ക്ക് വാങ്ങിച്ച ആൾക്കാരുണ്ടല്ലോ, ഇവിടെയും ബൈയേഴ്സ് കാണുമല്ലോ. കണ്ടിന്യൂസ് ആയിട്ട് കയറി പോകുമ്പോൾ ഇവിടെയും ബൈയേഴ്സ് കാണും. ഇവിടെ ബൈയേഴ്സ് നിന്ന് ടോപ്പായവര്
ഏതൊരു ഹോൾഡ് ചെയ്ത് 82 വരെ ഹോൾഡ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം ഇവിടെ വാങ്ങിച്ചവർക്ക് ഇവിടെ നഷ്ടം. അപ്പം നമ്മൾ എവിടെ വാങ്ങിക്കുന്നു എവിടെ വിൽക്കുന്നു എന്നതിലാണ് കാര്യം. എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചാൽ പണി കിട്ടും. ഇതിൽ നമ്മളിപ്പം പറഞ്ഞു വന്ന പ്രത്യേകിച്ച് ട്രെൻഡ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയില്ല. അപ്പം നമ്മളിത് ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് പോയൊരു സ്റ്റോക്കാണ്. അപ്പം നിലവിൽ ഇപ്പം നമുക്ക് എങ്ങനെ ഇതിൽ എൻട്രി പ്ലാൻ ചെയ്യും? നിലവിൽ ഇപ്പം നമുക്ക് ഇതിലിപ്പം കണ്ടെത്താൻ പറ്റുന്നത് നമ്മൾ ഗ്രൂപ്പിൽ മുമ്പ് പറഞ്ഞിരുന്നൊരു സ്റ്റോക്കാണ്. ഇതിലിപ്പം നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നിലവിലുള്ള ഹൈയിൽ നിന്ന് നമുക്ക് ഈ ലോയിലോട്ട് വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈന് വരച്ച് നോക്കാം. ഈ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ വരച്ച് നോക്കാം. ട്രെൻഡ് ലൈന് ചില സമയങ്ങളിൽ ചില ചാർട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ കറക്റ്റായിട്ട് കറങ്ങി നമുക്ക് വരണമെന്നില്ല. ചില ചാർട്ടുകൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. മുകളിൽ നിന്ന് താഴോട്ടുള്ള ട്രെൻഡ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഈ ഹൈകൾ ചേർത്താണ് ഇപ്പം നമ്മൾ നിലവിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞു. എപ്പോഴാണ് നടന്നത്? സെപ്റ്റംബർ 2025 ഒരു ബ്രേക്ക് ഔട്ട് നടന്നത്. അപ്പൊ ഇതിന് നമ്മളൊരു മദർ ക്യാൻഡിൽ എന്ന് പറയും. ഇവിടെ നിന്ന് ഇതേപോലൊരു ക്യാൻഡിൽ കാണാനില്ല, വ്യത്യസ്തമായിട്ടൊരു ക്യാൻഡിലിനെ കാണാനില്ല. അപ്പോൾ ഈ മദർ ക്യാൻഡിൽ വന്ന ശേഷം പ്രൈസ് അടുത്ത ക്യാൻഡിൽ വന്ന എങ്ങനെയാണ്? വീക്ക്ലി ക്യാൻഡിലാണ്. അതിനുശേഷം പ്രൈസ് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ശേഷം താഴോട്ട് ഇറങ്ങി. മന്ത്ലി ക്യാൻഡിലാണെങ്കിൽ ആ ക്യാൻഡിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ലിക്വിഡിറ്റി. നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ അല്പം കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ശേഷം പ്രൈസ് താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ മദർ ക്യാൻഡിന്റെ ലോയിൽ നമുക്ക് വേണമെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാം. ഇതിന്റെ FPG എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ ഇട സൈഡിലെയും നമ്മൾ തലേ സൈഡിലെയും കൂടെ ചേർത്താണ് നമ്മൾ FPG പറയണം. നമുക്ക് ഇതിന്റെ മദർ ക്യാൻഡിൽ ലോ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. LCC കാറ്റഗറിയിലാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കയറി പോകും. ഇപ്പം നിലവിലിപ്പം 2 ആഴ്ച കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, ഇന്നും യൂസ് ചെയ്യണം. അപ്പൊ ഇതില് ചില സ്റ്റോക്കുകളിൽ കറക്റ്റായിട്ട് ഈ ഒരു ഏരിയ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് കയറി പോകും. നമ്മളിതിന്റെ മന്ത്ലി ക്യാൻഡിലോട്ട് വരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ താഴോട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത ശേഷം പ്രൈസ് കയറിയതാണ്. ക്ലോസിങ് മന്ത്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആ സപ്പോർട്ടിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ വരപ്പം മാത്രമേ അത് താഴോട്ട് ഇറങ്ങി നിൽപ്പുള്ളൂ. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ വരച്ച് പഠിക്കുമ്പോൾ നമ്മൾ മന്ത്ലിയിലും വീക്ക്ലിയിലും വരച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതുകൊണ്ട് പോയി നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നമ്മളെല്ലാം കൂടെ ഒന്ന് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ മനസ്സിലാക്കാനൊക്കെ വളരെ പാടാണ്. ഇപ്പം ഡേ ക്യാൻഡിലാണ്, മനസ്സിലാക്കി എടുക്കാൻ വളരെ പാടാണ്. നമ്മൾ പഠിച്ചു ചിലപ്പം മന്ത്ലി ക്യാൻഡിലും വീക്ക്ലിയിലും നമ്മൾ പഠിച്ചു തരണം. ഇപ്പം നിലവിൽ നമുക്കിപ്പം ഇവിടെ നിന്ന് ഒരു എൻട്രി, നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് തിരിച്ച് കയറുകയാണ്. 252 നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വേണമെങ്കിൽ ഈ മദർ ക്യാൻഡിന്റെ ഹൈയിൽ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. നിലവിലിപ്പം ഇന്നത്തെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 412 രൂപയ്ക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ നിലവിലുള്ള റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെയൊക്കെ പോവാം. ഇവിടുത്തെ നിലവിലുള്ള റെസിസ്റ്റൻസ് ഏരിയകളൊക്കെ മറികടന്ന് കയറി പോവുകയാണെങ്കിൽ, ഈ ലിക്വിഡിറ്റിയൊക്കെ മറികടന്ന് കയറി പോവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. പല ഏരിയകളിലും റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. ഈ ഏരിയകളിലൊക്കെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് വേണോ ഒരു മുകളിലോട്ട് ബ്രേക്ക് ആവാതിരിക്കുകയാണെങ്കിൽ അവിടെ വരാം. എന്നാലും ചില സ്റ്റോക്കുകൾ ഇവിടെ നിന്നൊക്കെ ഒരു സപ്പോർട്ട് എടുത്ത് കയറുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ 1215 ബ്രേക്ക് ചെയ്ത് പോവാം. നിലവിൽ ഇപ്പം നല്ല എൻട്രി അല്ല, നല്ല എൻട്രി 252 റേഞ്ചിലായിരുന്നു. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ഈ ആഴ്ചത്തെ ക്ലോസിംഗോ അടുത്ത ആഴ്ച വരെ അറിയാൻ പറ്റും എങ്ങോട്ടാണ് മൂവ്മെന്റ് ആണ്. ഫ്രഷ് എൻട്രി നോക്കുന്നവർക്ക് ഇതിന്റെ ഒരു കൺഫർമേഷൻ വന്ന ശേഷം മാത്രമേ നോക്കിയെടുക്കാവൂ. പ്രത്യേകിച്ച് LCUC കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കാണ്. നേരത്തെ പറഞ്ഞിരുന്നതാണ് 78 രൂപയെന്ന് ഈ 300 നമ്മളിവിടെ നോക്കിയില്ലെങ്കിൽ 1212 വരെ പോയതാണ്, അല്ല 15 വരെ പോയതാണ്. അതിനുശേഷം നമ്മളിവിടെ വാങ്ങിച്ചവർക്ക് ഇവിടെ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ആണ്. ഇവിടെ വാങ്ങിച്ചവർ കാണുമല്ലോ, ഇവിടെ വാങ്ങിച്ചവർക്ക് 252 വരെ വന്നു. 4-5 ഇരട്ടി. അപ്പൊ ഒരു 1000 രൂപ കൊടുത്ത് വാങ്ങിച്ചിരുന്നെങ്കിൽ നേരെ 250 രൂപ പ്രൈസ് ആവും. അത്രയും നഷ്ടം. 4 ഇരട്ടി 3 ഇരട്ടി പൈസ പോയി. അത്രയും ഫണ്ട് ബ്ലോക്കായി. പൈസ പോയെന്നല്ല, വിറ്റാലേ നമുക്ക് ലോസ് ഉള്ളൂ. അതുപോലെ ലോസ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. ഇവിടെ നിന്ന് വാങ്ങിച്ചെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വിറ്റാൽ നമുക്ക് ലാഭമാണ്. നമ്മൾ എൻട്രി എപ്പോഴും നോക്കി തന്നെ എടുക്കണം. നിലവിൽ ഇപ്പൊ നിങ്ങൾ നാളെ പോയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ, നാളെ ഒരു 450 റേഞ്ചിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പം വീണ്ടും താഴോട്ട് വന്നാൽ 250 ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഫണ്ട് ഏകദേശം പകുതി പോകും. അത്രയും ഹോൾഡ് ചെയ്യേണ്ട മനസ്സ് നിങ്ങൾക്ക് വേണം. അപ്പൊ നമ്മളിവിടെ ഒരു കൺഫർമേഷൻ വരാതെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ട്രെൻഡ് ലൈന് പറഞ്ഞൊന്നുമല്ല, അതിന്റെ കൂടെ ഹോൾസോണിൽ ഞാൻ വരച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നില്ലെന്നേ ഉള്ളൂ. അപ്പം
ഹോറിസോണ്ടൽ നമ്മൾ വരയ്ക്കുന്നത് നിലവിലുള്ള ഹൈകൾ നമുക്ക് ചേർത്ത് നമുക്ക് ഹോറിസോണ്ടൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹൈ, ഇതൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, ഹൈ മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഹോറിസോണ്ടൽ മാർക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഒരു സംഭവം ഉള്ളപ്പോൾ നമ്മൾ ആ ഏരിയയിൽ കൊണ്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഹൈ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മറ്റേതുപോലെ ട്രെൻഡ് ലൈന് പോലെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നമുക്കിത് ഹൈകൾ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ട്രെൻഡ് നോക്കിയിട്ട് കാര്യമുള്ളൂ. മറ്റേത് കറക്റ്റായിട്ട് ഒരു വ്യൂ കിട്ടാൻ നമുക്ക് എപ്പോഴും ഹോറിസോണലാണ് നല്ലത്. നമുക്ക് വേറൊരു സ്റ്റോക്കും കൂടെ നോക്കാം ഹോറിസോണൽ കറക്റ്റായിട്ട് കിട്ടാൻ. ഇത് ബജാജ് കൺസ്യൂമർ കെയർ അതിന്റെ ചാർട്ടാണ്. അപ്പൊ നിലവിൽ നമുക്ക് ഹോറിസോണൽ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളൊരു ഹൈ കണ്ടെത്തിയ അല്ലെങ്കിൽ അവിടെ നമുക്ക് എവിടെ വേണം വെച്ചാലും നോക്കാം. പക്ഷെ നമ്മളൊരു ഹൈയിലാണ് സാധാരണ വെക്കുന്നത്. അപ്പൊ ഹൈ വയ്ക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആണെന്ന് പ്രൈസ് കയറി പോയത്. നമുക്കിതിൽ ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ നമ്മൾ FPG എന്ന് നേരത്തെ പറഞ്ഞില്ല, താഴത്തെ നമുക്ക് ഇടത് സൈഡിൽ ഒരു ക്യാൻഡിൽ വന്ന് അതിനുശേഷം ഒരു മദർ ക്യാൻഡിൽ വരും, അതിനുശേഷം പറഞ്ഞ ഒരു ക്യാൻഡിൽ കൂടെ ചേർത്താണ് നമ്മൾ FPG മാർക്ക് ചെയ്യണത്. അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞില്ല. അപ്പൊ അതേപോലെ തിരിച്ചു കയറി പോകുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വന്ന ഭാഗങ്ങളിലും FPG ഉണ്ട്. ഒരു മദർ ക്യാൻഡിലും ഉണ്ട്. എല്ലാ ക്യാൻഡിലും മദർ ക്യാൻഡിൽ അല്ല, പക്ഷെ മദർ ക്യാൻഡിൽ ഉണ്ട്. ആ മദർ ക്യാൻഡിലിന്റെ ഇടത് സൈഡിൽ വന്ന ക്യാൻഡിൽ അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. അതിനുശേഷം റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തുള്ള ക്ലാസ് പഠിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്കിത് മാർക്ക് ചെയ്ത് നോക്കിയാൽ ഹോറിസോണൽ സിമ്പിൾ ആണ്. ഇതേപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഇത് ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ഹോറിസോണൽ അല്ല, അല്ലാതെ നമുക്കൊരു ബെല്ലിന്റെ ഒരു ചാർട്ടും കൂടെ നോക്കാം. പ്രധാനമായിട്ടും നിങ്ങൾ എപ്പോഴും ടൈം ഫ്രെയിം നോക്കണം. വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നോക്കാവും. വലിയ ടൈം ഫ്രെയിമുകൾ മാത്രമേ ആദ്യം വരച്ച് പഠിക്കാവൂ. ചെറിയതിലോട്ടൊക്കെ പോയാൽ ഒന്നും മനസ്സിലാവില്ല. ഇതിൽ നമ്മൾ നേരത്തെ നോക്കിയുള്ള ട്രെൻഡ് ലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ട്രെൻഡ് ലൈൻ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. മെയിനായിട്ട് ഇപ്പം നിലവിൽ ട്രെൻഡ് ഒന്നും നോക്കണ്ട. ട്രെൻഡ് ഒന്നും നോക്കാതെ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ ഈ ഹൈ, ഈ നിലവിലുള്ള ഈ ഹൈയും ആണ് നമുക്കിപ്പം നിലവിലുള്ള റെസിസ്റ്റൻസ് ഏരിയ. വേറെ ട്രെൻഡ് ഒന്നും വരച്ച് നോക്കണമെന്നില്ല. താഴെ നിന്ന് വർഷങ്ങളോടുള്ള ട്രെൻഡ് നോക്കണമെന്നില്ല. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. മന്ത്ലി ക്യാൻഡിൽ നോക്കണം. മന്ത്ലി ക്യാൻഡിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് ചെറുതായി പോകും. അപ്പോൾ ഇത് വീക്ക്ലി ക്യാൻഡിലാണ് ധാരാളം. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ഏതാണ്? നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞത് നിലവിൽ ഇപ്പം നിൽക്കുന്ന ക്യാൻഡിലിന്റെ മുകളിലോട്ട് നോക്കിയാൽ മാസങ്ങൾ കഴിയുന്നവരും അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയപ്പം ക്യാൻഡിൽ വലത്തോട്ട് നീങ്ങുന്നതനുസരിച്ച് ഈ പ്രൈസിൽ മാറ്റം വരും. നിലവിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 500 മുകളിൽ പ്രൈസ് ഇവിടെ നിന്ന് കയറി പോവുകയാണെങ്കിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് ഇപ്പം നിൽപ്പുണ്ട്. ഇവിടെ ക്ലോസിങ് കിട്ടും നോക്കണം. വീക്ക്ലി ക്യാൻഡിൽ കഴിഞ്ഞ 3 ആഴ്ചകളിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. ബോഡി പ്രൈസ് അതിൽ പോയിട്ടുണ്ട്. പക്ഷേ വീക്ക്ലി 5-ാം തീയതി നമ്മൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യപ്പം ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നത് താഴെയാണ്. ക്ലോസ് ചെയ്യണത് മുകളിലോട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. മറ്റേത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് വരികയാണ്. സെല്ലേഴ്സ് കൂടുതലാണ്, ബയേഴ്സ് കുറവുമാണ്. സെല്ലേഴ്സ് അവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ഏരിയകളിൽ പെൻഡിങ് ഓർഡേഴ്സ് കിടപ്പുണ്ട്. ആ ഒരു ഏരിയകളിൽ ഈ ഏരിയയിൽ പ്രൈസ് ടാപ്പ് ചെയ്യപ്പം അവിടെ സെല്ലേഴ്സ് ഒരുപാട് ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെല് ചെയ്ത് താഴോട്ട് വരും. അപ്പം ബോഡി ക്ലോസ് ചെയ്യണത് താഴോട്ടാണ്. അങ്ങനെ വരപ്പം ബയേഴ്സ് കാണൂല, ബോഡി ക്ലോസ് ചെയ്യൂല, അപ്പം താഴോട്ട് വരും, പ്രൈസ് താഴോട്ട് വരും. അപ്പൊ ഇതിപ്പം നിലവിലിപ്പം വീണ്ടും 2ാമത്തെ 3ാമത്തെ അറ്റംപ്റ്റും നടന്നിട്ടില്ല. 4ാമത്തെ അറ്റംപ്റ്റ് ഈ ആഴ്ച. ഇതിപ്പം എന്നാണ്? ചൊവ്വാഴ്ച. ഇത് ചൊവ്വാഴ്ച. അപ്പം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യണത് എങ്ങനെയാണോ നോക്കണം. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യപ്പം നമുക്കൊരു ധാരണ കിട്ടും ഇതിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്ന്. ബോഡി ക്ലോസ് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഏരിയയിലൊക്കെ ഒരേപോലെ പ്രൈസ് ഒരു ചെറിയൊരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു ട്രെൻഡ് മാത്രം പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പ്രൈസ് ഒരേ ലെവലിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ബയേഴ്സും മാക്സിമം ബൈ ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള അറ്റംപ്റ്റിലാണ്. അപ്പൊ ഇത് ഈ ആഴ്ചത്തെ ക്ലോസിംഗ് നോക്കണം. ക്ലോസിംഗ് നോക്കി അറിയാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കണം. നിങ്ങൾക്കിത്
വരച്ച് പഠിക്കാൻ ഉപകാരപ്പെടും. അതിനുവേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 500 മുകളിൽ നമുക്ക് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈ പല രീതിയിലും ട്രേഡ് പ്ലാൻ ചെയ്യും. അപ്പൊ നിലവിൽ പറഞ്ഞു തന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ മുകളിലത്തതാണ് മെയിൻ ആയിട്ട് നമ്മൾ വരച്ച് പഠിക്കേണ്ടത്. താഴത്ത് നമുക്ക് സപ്പോർട്ട് ചേർത്ത് വരയ്ക്കാം. ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാത്തൊരു സ്റ്റോക്കിൽ നമ്മൾ ട്രെൻഡ് ലൈനും വരച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ട്രെൻഡ് വരച്ചെന്നും പറഞ്ഞുകൊണ്ട് ട്രെൻഡ് ഫോളോ ചെയ്ത് പോകണമൊന്നുമില്ല. നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് നമ്മളെ വഴിക്ക് വരുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വരച്ച് പഠിച്ചു നോക്കണം. വരച്ച് പഠിച്ച ശേഷം വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. അപ്പം ചില കാര്യങ്ങൾ കൂടുതൽ കാട് കയറി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് വരച്ച് പഠിച്ചിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ട് നോക്കാം. ആർക്കൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് നോക്കട്ടെ.